കഴിഞ്ഞ തവണ ജയിച്ച 1 വീതം സീറ്റിൽ വേണമെങ്കിൽ ഇടതുപാർട്ടികൾക്ക് മത്സരിക്കാമെന്ന ജയലളിതയുടെ ഔദാര്യം സിപിഐഎമ്മും സിപിഐയും വേണ്ടെന്നുവെച്ചു. 15 ദിവസമായി തുടർന്ന സീറ്റ് വിഭജന ചർച്ച അങ്ങനെ സഖ്യം പിരിയലിൽ അവസാനിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ജി രാമകൃഷ്ണനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ഡി പാണ്ഡ്യനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് സംയുക്ത വാർത്താസമ്മേളനം നടത്തി സഖ്യം പിരിയുന്ന കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. 40 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ജയലളിത തങ്ങളോട് രാഷ്ട്രീയ ധാർമ്മികത കാണിച്ചില്ലെന്ന് ഇടതു നേതാക്കൾ കുറ്റപ്പെടുത്തി. நடைபெறவுள்ள மக்களவைத் தேர்தலில் காங்கிரஸ் பாரதிய ஜனதா கட்சி கூட்டணிகளை முறியடிப்பதற்கு தமிழகத்தில் அனைத்திந்திய அண்ணா திராவிட முன்னேற்றக் கழகத்தோடு இரு கட்சிகளும் தொகுதி உடன்பாடு கண்டு போட்டியிடுவதென முடிவு செய்தோம். പൊതുതെരഞ്ഞെടുപ്പിനെ ഇടതുപാർട്ടികൾ ഒറ്റയ്ക്ക് നേരിടുമെന്നും എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യം പിന്നീട് അറിയിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐയുടെ ഡി രാജയെയും സിപിഐഎമ്മിന്റെ പി കെ രംഗരാജനെയും ജയലളിത പിന്തുണച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ഇടതുപാർട്ടികളുടെ സീറ്റുകൾ ജയലളിത വെട്ടിക്കുറച്ചത്. ഏതായാലും ചരിത്രത്തിലാദ്യമായാണ് ഇടതുപാർട്ടികൾ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഒരു മുന്നൊരുക്കവുമില്ലാതെ ഈ വൈകിയ വേളയിൽ തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിട്ടാൽ ഇടതുപാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ എന്തു കിട്ടുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതോടെ ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് സിപിഐയും സിപിഎമ്മും. നദീറ അജ്മൽ, ചെന്നൈ, ഇന്ത്യ വിഷൻ.